ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ലാഡൻസിറ്റ എന്ന സ്ഥാപനത്തിലിരിക്കുന്നത്. ലാഡൻസിറ്റ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുടി ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് കുറേ കാലമായിട്ട് എനിക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, മുടി കുറച്ച് കുറഞ്ഞു, അല്ല മറ്റുള്ളവരോട് പറഞ്ഞാൽ മുടിയൊക്കെ പോയല്ലോ, കഷണ്ടി ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇതുണ്ടാകും, മുടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, മുടി വെക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലാഡൻസിറ്റയിലെ ഡോക്ടറായിട്ട് വന്ന ഡോക്ടർ ഹരിശങ്കർ നമ്മോടൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡോക്ടറെ, ഞാൻ കുറച്ച് സംശയങ്ങൾ, അതായത് സ്വതവേ ഈ മുടി വെക്കുന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. യൂട്യൂബിലൂടെ പല വീഡിയോസൊക്കെ എങ്കിൽ കൂടിയും എല്ലാവർക്കും മുടിയില്ലാത്ത ആൾക്കാർക്ക് ഡോക്ടറെ കണ്ടോ സംസാരിക്കണം എന്നൊക്കെ തോന്നാറൊക്കെ ഉണ്ടാവില്ലേ? എൻ്റെ കാര്യം എന്തായിരിക്കും എന്നുള്ളത്. അതേപോലെ എന്നിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടി പോയതാണെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ, എന്താണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ലോക്കൽ അനസ്തീഷ്യ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്, ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. അതിൽ നമ്മൾ ഒരു സൈഡിൽ നിന്നുള്ള ഒരു മുടിയെടുത്ത് അത് വേറൊരു സൈഡിലേക്ക് കൊണ്ട് പ്ലാന്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എഫക്റ്റീവ് പ്രൊസീജിയർ, അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്ന് പറയുന്നത്. അതൊരു ബോൾനെസ്സിന് ഒരു ശാശ്വത പരിഹാരമായിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നിക്കാണ്. ഓക്കെ, അതായത് മുടി ഇപ്പം എനിക്ക് ഇവിടെയൊന്നും മുടിയില്ലാത്ത, അപ്പോൾ എനിക്ക് മുടി വെക്കുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മൾ മുടി എടുക്കാൻ പോകുന്നത് ബാക്ക് സൈഡിൽ നിന്നായിരിക്കും, ഒരാളുടെ പുറകിലത്തെ ഭാഗം, അതാണ് അവരുടെ ഡോണർ ഏരിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പുറകിൽ അതിനനുസരിച്ച് മുടി വേണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേണം, കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മുടി എടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഏരിയയിലുള്ള മുടി ഹെൽത്തി ആയിരിക്കണം, ആ ഏരിയയിലുള്ള മുടിക്ക് ക്വാളിറ്റി ഉണ്ടാവണം, എന്നാലേ നമുക്ക് എടുത്തിട്ട് വെക്കുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, ഞാൻ ചോദിക്കാൻ ഇപ്പോൾ മറ്റു ചോദ്യമായിരുന്നു. അതായത് എനിക്ക് മുടി കുറച്ച് കുറവാണ്, എനിക്ക് മറ്റൊരാളുടെ മുടിയെടുത്ത് വെക്കാൻ പറ്റുമോ, എൻ്റെ തന്നെ മുടിയെടുത്ത് വെക്കണമോ എന്നായിരുന്നു ഞാൻ ചോദിക്കാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം. നമുക്ക് അങ്ങനെയുള്ള സ്റ്റഡീസ് അധികം അതിനെക്കുറിച്ച് വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ മറ്റൊരാളുടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതൊരു ഫോറിൻ ബോഡി ആയിട്ട് തന്നെ കാണാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ബോഡി റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഹൈ ആണ്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ളൊരു ഡേറ്റ ഇതുവരെ സ്റ്റഡീസിൽ കൂടി നമുക്ക് അത്രയുമുള്ളൊരു ഡേറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ടാവാത്തൊരു പ്രൂവൺ ആയിട്ടുള്ളൊരു ടെക്നിക്ക് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ അതുപോലെ ഞാൻ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം തന്നെ ഡോക്ടറിന് ഒരു മറുപടി എനിക്ക് എന്നോടൊപ്പം പറയുന്നത്, അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മറ്റ് സർജറി, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും വാർത്തയിലൂടെയൊക്കെ അറിയാറുണ്ട്. അതേപോലെ തന്നെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? ചാൻസസ് ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രോപ്പർ പ്ലാനിങ്ങിലിരിക്കണം. നമ്മളുടെ തന്നെ ഓൺ ബോഡിയിലെ ഒരു ഓർഗനാണ് നമ്മളെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് റിജക്ഷൻ റേറ്റ് വളരെ കുറവാണ്. വേറൊരു ശരീരത്തിൽ നിന്നൊരു ഓർഗൻ എടുത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിൽ റിജക്ഷൻ ചാൻസസ് വരാം. പക്ഷേ ഇതിലും അത്രയും അങ്ങനെ ഒരു ചാൻസസ് ഇല്ല, റിജക്ഷൻ ചാൻസസ്. എന്നാലും നമുക്ക് അങ്ങനെ ഒരു 100% നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെടുത്ത് വെക്കുന്നതിനകത്ത് 100% റിസൾട്ട് ഉണ്ടാവണമെന്ന് അതിൻ്റെ പ്രോപ്പർ പ്ലാനിങ്ങിനനുസരിച്ചിട്ടായിരിക്കും, അതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബോഡിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റേഷ്യോ വരും. അപ്പോൾ ഈ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കണ്ടെങ്കിൽ മുടി പിന്നീട് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടോ? ഒരാൾ കഷണ്ടി ആയിട്ടാണല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്, അയാൾ വീണ്ടും കഷണ്ടി ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടികൾ കൊഴിഞ്ഞു പോകാറില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടികൾ കൊഴിഞ്ഞു പോകാറില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ, നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ മുടിക്ക് കെയർ ചെയ്യേണ്ട പോലെയുള്ള രീതികളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പനി വരാം, അല്ലെങ്കിൽ ക്ലൈമറ്റിൽ വ്യത്യാസം വരാം, ഡാൻഡ്രഫ് വരാം, ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് വരുമ്പോഴും ആ ഹെയർ തിന്നാവാം, കൊഴിഞ്ഞു പോവില്ല എന്നേ ഉള്ളൂ, ബട്ട് തിന്നാവാം. എന്നാലും കൊഴിച്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മെഡിക്കേഷൻസ്, ഇടയ്ക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം, ഇടയ്ക്ക് PRP ചെയ്യണം, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് ഇടയ്ക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും കൂടെ ചെയ്യണ്ടേ, എന്നാലേ നമുക്കൊരു റൊട്ടീനായിട്ട് അതിനെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടോ, അല്ല ജീവിതകാലം ഈ PRP പോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മൾ ലൈഫ് ടൈം മരുന്ന് കഴിക്കുന്നു എന്നുള്ള രീതിയിലേക്കില്ല. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുടികൾക്കല്ല മെഡിസിൻസ് കൊടുക്കുകയും കൂടെ ചെയ്യുന്നത്. നമ്മളെല്ലാം നാച്ചുറൽ ഹെയറിൻ്റെ ക്വാളിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും കൂടിയാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. നാച്ചുറൽ ഹെയർ എന്ന് പറയുന്നത്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി എന്ന് പറയുമ്പോൾ നമ്മൾ വേര് എടുത്ത് നോക്കി ചെക്ക് ചെയ്തിട്ടല്ലേ ഇത് വെക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്തായാലും. ബട്ട് ഉള്ള നാച്ചുറൽ ഹെയർ, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന നാച്ചുറൽ ഹെയറിന് ചിലപ്പോൾ അതിൻ്റെ ഹെൽത്ത് കുറഞ്ഞ് നിൽക്കാം, ചിലപ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് നിൽക്കാം, ചിലപ്പോൾ അത് ഫോൾ ആവാം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനാണ് മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്.
ഇനി അതും ലൈഫ് ടൈമിലേക്കല്ല, നമ്മൾ ആ ഒരു ഇനീഷ്യൽ പീരീഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് വയ്ക്കുക, മെയിൻ്റനൻസ് ആയിട്ട് ഇടയ്ക്ക് PRPs ചെയ്തു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അങ്ങനെ ഒരു ലൈഫ് ടൈം റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആയിട്ടുള്ളതില്ല. ഇല്ല. ഈ മെഡിസിൻസിന്, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ? അങ്ങനെ ഒരു പ്രോപ്പർ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ആയിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും ഒരു പരിധി കൂടുതൽ കഴിക്കാൻ പാടില്ല. അത് നമ്മുടെ ബോഡി അതിനനുസരിച്ചിട്ട് ടേക്കപ്പ് ചെയ്യണമെന്നില്ല. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചില മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഉപയോഗം എന്താണ്, അത് എന്ത് കാരണം കൊണ്ടാണ് തരുന്നത് എന്നുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന് എപ്പോഴും നിർബന്ധം വയ്ക്കാറുണ്ട് നമ്മൾ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ എന്തിനാണ് തരുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലാവുമ്പോൾ അതിനൊരു കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ മരുന്നിനെ കുറിച്ച് കുറച്ച് ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ഇതായ സമയത്ത് പറയണ്ടായി. അതായത് നമ്മുടെ ആണുങ്ങൾക്ക് സെക്ഷൽ ഒരു ഹോർമോണിനെ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യുന്ന മരുന്നാണ് കഴിക്കുന്നത്. ഇത് ആണുങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നീടുള്ള ലൈംഗിക ചിന്തകളിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ? സോഫാർ അങ്ങനെയുള്ള ഇതില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡീസിൻ്റെയൊക്കെ ബേസിസിൽ തന്നെ ചില മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യങ്ങൾ വന്നാൽ അതിലെന്താ ചെയ്യുന്നത്, ഇത് നമ്മുടെ മുടിയെ DHT എഫക്റ്റ് ചെയ്യുന്ന മുടികൾ വരും. അതുകൊണ്ട് അതൊരു ബോൾനെസ്സിന്, ഒരു കഷണ്ടിക്ക് ഒരു പ്രശ്നമാണ്. അപ്പോൾ DHT എഫക്റ്റ് ചെയ്യുന്ന മുടികൾ തിന്നായി പോവുള്ളൂ, അത് വളർന്നു വരില്ല. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് ചെയ്യാൻ പറ്റുക. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ DHT ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും മുടിയുടെ തിന്നിങ് ഉള്ളതിനെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടറുകളുള്ള മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് അതിനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷനൊന്നും സോഫാർ നമ്മളുടെ സൈഡിൽ നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടിയുള്ളൊരു സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. പിന്നെ അങ്ങനെയുള്ളൊരു എന്ത് മരുന്ന് കൊടുത്താലും നമ്മളൊരു ഫിസിഷ്യൻ്റെയോ ഒരു യൂറോളജിസ്റ്റിൻ്റെയോ സെക്കൻഡ് ഒപ്പീനിയനും കൂടി എടുത്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ എപ്പോഴും പറയാറുള്ളൂ. കാരണം ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്കാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലേക്കല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ആണുങ്ങളിലാണ് ഈ മുടി കൊഴിച്ചിലുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ കണ്ടുവരുന്നത്. അതായത് കഷണ്ടിയാവാണുങ്ങളിലാണ്. സ്ത്രീകളുടെ ഒരിക്കലും തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറില്ല. എന്നാൽ മുടി കൊഴിച്ചില്ല, കഷണ്ടിയായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണാറില്ല. എന്നാൽ അത് ഈ ആണുങ്ങളിലുള്ള ഹോർമോണിൻ്റെ ഒരു ഇതുകൊണ്ടാണോ? ഈ ഹോർമോണൽ ഇംബാലൻസ് ഒരു ഫാക്ടറാണ്, ജനറ്റിക് ഒരു ഫാക്ടറാണ് കൂടുതലും. അത് ലേഡീസിനും കാണാറുണ്ട്. ബട്ട് ലേഡീസിന് കമ്പയർ ടു ജെൻസ് ലേഡീസിന് കുറച്ച് കുറവായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഡോക്ടർ, എത്ര വയസ്സുള്ള ആൾക്ക് വരെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും? അതായത് പ്രായം ഒരു പ്രശ്നമാണോ? ഇപ്പോൾ ഒരു വളരെ അധികം ഏജുള്ള ആൾ, ഇപ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ വളരെ പ്രായമുള്ള 10 60 വയസ്സുള്ള ആൾക്ക് വരെയും ഈ ഒരു ഒന്നൊന്ന് ഭംഗിയായിട്ടിരിക്കുന്ന ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഏജ് ഒരു പ്രശ്നമാണോ? ഏജ് ഒരു പ്രശ്നമല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ ഏജ് ഒരു പ്രശ്നമല്ല. മെഡിക്കൽ ഹിസ്റ്ററി പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഏത് ഏജിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് സർജറി കൊണ്ടുപോകാം. കാരണം ഇത് അത്രയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഒരുപാട് അങ്ങനെ ഒരു tedious ആയിട്ടുള്ളൊരു സർജറി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മെഡിക്കൽ ഹിസ്റ്ററികളില്ല, പേഷ്യൻ്റ് വേറെ ബുദ്ധിമുട്ടുകളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സർജറി ഡോണർ ഏരിയ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഡോക്ടർ, ഈ PRP എന്ന് പറഞ്ഞു, PRP അല്ലാതെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റൊരു ഇത് കൂടി വരുന്നു. എനിക്കെൻ്റെ ഷോർട്ട് ഫോം കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഡോക്ടർക്ക് അറിയാൻ പറ്റും. ഈ PRP ആണോ GFC ആണോ നമുക്ക് നല്ലത്? അല്ല, അങ്ങനെയല്ല. അതിൽ ഓരോ കേസസിനനുസരിച്ചിട്ടാണ് നമുക്കിതിൽ ഓരോന്നിനനുസരിച്ചിട്ടാണ് നമുക്കിത് നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ PRP ആണ് വേണ്ടി വരിക, ചിലപ്പോൾ GFC ആയിരിക്കാം, ബയോട്ടിൻ PRP ആയിരിക്കാം, QR67, അങ്ങനെ പല നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകളുണ്ട്. അത് നമ്മുടെ ഹെയർ ഫോളിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ചിട്ട് അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി അനുസരിച്ചിട്ടായിരിക്കും നമ്മളതിനെ ഏതാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. പിന്നെ ഡോക്ടർ, അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഹെഡിൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. എൻ്റെ ഈ ഒരു ഹെഡിൽ ഇപ്പോൾ ഇത്രയും ഇതുണ്ട്. പൊതുവേ ഇങ്ങനെയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് പറയും, ഈ ഹെഡ് ഇത്രയും മുടി പോയിരിക്കുന്നത് നമുക്ക് PRP ചെയ്താൽ ശരിയാകും എന്ന് പറയുന്നുണ്ട്. പലരും സംസാരിക്കുന്ന സമയത്ത് PRP ചെയ്തിട്ട് അയാളുടെ മുടി കുറേ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുടി വന്ന ഒരാളുടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മുടി പോയ ആൾക്കാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിൽ അത്തരം മുടി കൊഴിച്ചിൽ വന്ന ആൾക്കാണ് PRP ചെയ്യേണ്ടത്? ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ കഷണ്ടിക്കാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഒരു ഉത്തമ പരിഹാരം. ബട്ട് മുടിയുടെ കട്ടി കുറയുന്നതിന് ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ഒരു ഉത്തമ പരിഹാരമല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് PRP വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആ കേസിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്കായിരിക്കും PRP ആണോ സർജറി ആണോ എന്ന് വേണ്ടി വരുന്നത്. സർജറിയും PRPയും നമ്മൾ രണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ്.
എല്ലാ കേസസിലും നമുക്ക് സർജറിയുടെ ആവശ്യമില്ല, എല്ലാ കേസസിലും നമുക്ക് PRPയുടെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പം മുടിയുടെ കട്ടി കൂട്ടുക, മുടിയുടെ തിന്നായിട്ട് നിൽക്കുന്ന മുടിയുടെ തിക്നെസ് കൂട്ടുക, അതൊക്കെ PRP നല്ല വളരെ എഫക്റ്റീവായിട്ട് ചെയ്യും. ബട്ട് ആ ഏരിയയിൽ ഒരു ഹെയർ ഫോളിക്കിൾ ഇല്ല അല്ലെങ്കിൽ ഒരു ഹെയർ ഗ്രാഫ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ PRP കൊണ്ട് നമുക്ക് അതിലൊരു റിസൾട്ട് കിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കേസസിൽ നമ്മൾ സർജറി തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എൻ്റെ ഇത് വെച്ചിട്ട് എനിക്ക് സർജറി തന്നെയാണോ ഡോക്ടർ റെക്കമെൻഡ്? സർജറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ബോൾനെസ്സിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിതിലൊരു PRP എന്ന പോലെയുള്ള ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യാനുള്ള ഒരു ചെയ്താലും നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടാൻ ചാൻസസ് വളരെ. അതായത് നമ്മുടെ ഒരു ഇത് കാണുന്ന സമയത്ത് ഇത്ര മുടി വെക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് എങ്ങനെയാണ് ഇത്ര മുടി വെക്കണമെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക? നമ്മളൊരു സ്ക്വയർ ഇഞ്ചിൽ ഇത്ര മുടി ഫോളിക്കിൾ വെക്കണമോ ഒന്നാണോ? എങ്ങനെയാണ് അത് ഓരോരുത്തരുടെ ഫേഷ്യൽ പ്രൊഫൈല്, അവരുടെ ഫേഷ്യൽ ടൈപ്പ്, അവരുടെ ഹെഡ് സൈസ്, അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ അവരെന്ത് ബോൾനെസ് പാറ്റേണിലാണ് നിൽക്കുന്നത്, അതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ എത്ര ഗ്രാഫ്റ്റ് വേണം എന്നുള്ളതിൻ്റെ ഒരു ഡെസിഷൻ ഫൈനലിലേക്ക് പോകുന്നുണ്ടാവുക. എന്നാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രിം ചെയ്ത് ആ ഏരിയ എത്രയുണ്ട് ആ ഏരിയയിലനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ എണ്ണം നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേരിയേഷൻസ് വരാം. ഒരു സ്ക്വയർ ഇഞ്ചിൽ ഇത്ര എണ്ണം അങ്ങനെ കണക്കാണ്. അതിന് നമുക്കങ്ങനെ ഒരു കറക്റ്റ് ഒരു ഗ്രാഫ്റ്റ് കണക്കെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ ചിലപ്പോൾ ഡോണർ ഏരിയ ഉണ്ടാവണമെന്നില്ല, മുടിയെടുക്കുന്ന ഏരിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വ്യത്യാസം വരാൻ പറ്റും. അങ്ങനെയുള്ള പല ക്ലിനിക്കലി വേരിയേഷൻസും കൂടെ വരുമല്ലോ. അപ്പം ഒരു പാറ്റേൺ ബോൾനെസ്സിന് ഇത്ര ടൈപ്പ് ഗ്രേഡിങ്ങിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ എണ്ണം നിശ്ചയിക്കുന്നത്. അതിനും വേരിയേഷൻസ് ഉണ്ടാവുന്നത് ഓരോരുത്തരുടെ ടൈപ്പ് അനുസരിച്ചിട്ട്. ഓക്കെ സാർ, ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു മുടിയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു മുടി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുടിയുടെ വേര്, ആ മുടിയുടെ വേരിനോടനുബന്ധിച്ചിട്ട് ആ മുടിക്ക് സപ്ലൈ ചെയ്യുന്ന 1-2 അനാട്ടമിക്കൽ സ്ട്രക്ചറും കൂടി ചേർന്നിട്ടുള്ളതാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അതുപോലെ വേറൊരു ഡോക്ടർ ഞാൻ വേറൊരു ഉദ്ദേശിച്ച് ചോദിക്കുകയല്ല, പക്ഷെ അത് ഞാനൊരു ചോദിക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഏത് സ്ഥാപനമായാലും ശരി, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഇപ്പോൾ 4000 മുടി വെക്കണമെന്ന് പറയുന്നു. പക്ഷേ ഒരു സ്വാഭാവികമായിട്ടും ഒരു സംശയം അല്ലെങ്കിൽ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകും. 4000 മുടി വെച്ചു എന്ന് പറയുന്നു, പക്ഷേ ഒരു 3500 മുടി വെച്ചുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ 3000 വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 4000 പൈസ വാങ്ങിച്ചോ എന്നുള്ളൊരു ആങ്സൈറ്റിക്ക് ഡോക്ടറുടെ ഒരു ആൻസർ എന്തായിരിക്കും? അല്ലേ, അല്ല, നമ്മളിപ്പോൾ ഇവിടെ ലാഡൻസിറ്റിയിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരാളുടെ ഇതിനനുസരിച്ചിട്ടുള്ള എത്രയാണോ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഡോണർ ഏരിയ, ആ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടല്ലേ നമ്മളൊരു സർജറി നിശ്ചയിക്കുകയും കൂടെ ചെയ്യുന്നത്. അതിൽ എക്സ്ട്രാ വന്നിട്ടും അതൊക്കെ അൺഎത്തിക്കലല്ലേ. നമ്മളങ്ങനെ പറഞ്ഞിട്ടും കാര്യങ്ങളില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കും അതിലും കൂടുതൽ നമുക്കങ്ങനെ വരാൻ പറ്റണമെന്നില്ല. കാരണം ഒരു ഡോണർ ഏരിയയ്ക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ഗ്രാഫ്റ്റുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫ്റ്റിൽ കൂടുതൽ നമുക്ക് ആവശ്യം വരാറില്ല. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് ചെയ്യാമല്ലോ. പിന്നെ നമ്മളെ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വരുന്നതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിലായിരിക്കും നമ്മളെപ്പോഴും സർജറി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയാണ് അത് കാണിക്കുന്നത്. അതായത് കറക്റ്റായിട്ട് ആ സ്ഥാപനം ആ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ചോണം ചെയ്യാനായിട്ട്. അല്ലാതെ അവിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കറക്റ്റ് അല്ലേ ഡോക്ടറെ? അതേപോലെ തന്നെ നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരെ. നമ്മളിപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ വീഡിയോസ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളും ഓരോരോ ഇതുപോലുള്ള അവരുടെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഭാഗത്ത് കുറേ വീഡിയോസ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ പല വീഡിയോസിലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം വെക്കുന്ന മുടിയിൽ ഹെയർ ലൈൻ ഇങ്ങനെ എന്തോ ഒരു വിഗ് വെച്ച പോലെ ഫീൽ ചെയ്യുന്ന നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചിലതിൽ കാണാറില്ല, ചിലതിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും ഇതൊരു കൃത്രിമത്വം ഫീൽ ചെയ്യുന്നില്ലേ എന്നൊരു സംശയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാറ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഹെയർ ലൈൻ ഇങ്ങനെ ഒരു വിഗ് വെച്ച പോലെ ലൈൻ കറക്റ്റായിട്ട് നിൽക്കുന്നത്? അത് ഹെയർ ലൈൻ ഡിസൈനിങ് ചെയ്യുന്ന സമയം ചിലപ്പം സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ലീനിയർ ആയിട്ട് വെച്ച് പോവുകയാണ്, ഗ്രാഫ്റ്റ് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഗ് വെച്ച പോലത്തെ ഒരു പാറ്റേണിലേക്ക് പോവാം. ഹെയർ ലൈൻ ഏരിയയിൽ കുറച്ചും കൂടെ ഒരു റെഗുലാരിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഹെയർ ലൈൻ ഏരിയയിൽ നമ്മൾ വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലേക്കുള്ള ഗ്രാഫ്റ്റുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള രീതിയിലേക്കായിരിക്കും ഗ്രാഫ്റ്റ് അവിടെ പ്ലേസ് ചെയ്യുകയും കൂടെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഹെയർ ലൈൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാം.
അതായത് ഹെയർ ലൈൻ ലൈനായിട്ടല്ല ഒരു സിക്സാക്ക് രീതിയിലാണ് റെഗുലർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഹെയർ ലൈൻ ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നല്ല ഒരു ഡോക്ടറുടെ, അതായത് കൂടുതൽ പ്രാക്ടീസൊക്കെ ഉള്ള ഡോക്ടറുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പാണ് ആവശ്യമുള്ളത്. ഡോക്ടർ അതായത് ഒരു നര വന്ന ആൾക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നര തന്നെയായിരിക്കും അവിടെ വരിക, അല്ല നരച്ച ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ശേഷം ഡൈ ചെയ്യാൻ പറ്റുമോ? നര വരുന്നത് നമ്മുടെ ശരീരത്തിലെ മെലാനിൻ എന്ന് പറയുന്നൊരു പിഗ്മെൻറ്റ് കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്രേയിങ് വരുന്നത്. അപ്പോൾ ആ ഗ്രേയിങ് വരുന്നതിന് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താം. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുത്ത് വൈറ്റമിൻ ഡി ലെവൽസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടായാലും ഗ്രേ ഹെയർ വന്നാൽ നമ്മൾ അതെടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ഏരിയ ഗ്രേ ഹെയർ ആയിട്ട് തന്നെയല്ലേ വരും. കാരണം ആ റൂട്ടിൽ മെലാനിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടല്ലേ ആ ഗ്രേയിങ് വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള വരുന്ന നമ്മൾ റൂട്ടോട് കൂടിയിട്ടല്ലേ എടുത്ത് വെക്കുന്നത്. സോ മുടി വളരാം, നമുക്കത് കട്ട് ചെയ്യാം, നമുക്ക് ഹെയർ ഡൈ യൂസ് ചെയ്യാം, ഹെയർ കളർ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സ്കിന്നിൻ്റെ താഴെ ഹെയർ റൂട്ട് സ്റ്റേബിൾ ആയിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നത്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പിന്നെ സാധാരണ അതിൻ്റെ പ്രൊസീജിയർ ടൈം എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലി എങ്ങനെയാണോ മുടി ഇരിക്കുന്നത് ആ രീതിയിൽ തന്നെ വേറെ റിയാക്ഷനോ കാര്യങ്ങളോ ഡൈയോ കാര്യങ്ങളോ ഉപയോഗിക്കുന്ന യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല. ഒരു പ്രൈമറി ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡൈയോ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. ശരി, എത്ര നാളാണ് നമ്മൾ ഇതിന് വേണ്ടി, അതായത് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം നമ്മൾ ഒരു കെയർ ചെയ്യണം? സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു 10 days നമ്മൾ എന്തായാലും റെസ്റ്റ് തന്നെ വേണം. കാരണം നമ്മൾ വെക്കുന്ന ഗ്രാഫ്റ്റുകൾ ഒരുപാട് ഇളകാൻ പാടില്ല, കുറച്ച് നീരൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ ആ ഒരു സമയം നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഫുൾ റിസൾട്ട് നമുക്ക് കിട്ടാൻ എടുക്കുന്ന സമയം മിനിമം 6 to 8 months ആണ്. അതിൽ വേരിയേഷൻസ് ഉണ്ടാവും, ക്ലിനിക്കൽ വേരിയേഷൻസ് എന്തായാലും ഉണ്ടാവാറുണ്ട്. ബട്ട് ഒരു ആവറേജ് ടൈം ഫ്രെയിം എന്ന് പറയുന്നതാണ് 6 to 8 months എന്ന് പറയുന്നത്. എന്നാലും നമ്മളൊരു 1 year വരെ വെയിറ്റ് ചെയ്യാനായിട്ടും പറയാറുണ്ട് റിസൾട്ട്സിൽ. കാരണം അതിന് മുന്നേ തന്നെ എന്തെങ്കിലും ഇപ്പം തിക്നെസ് കുറവാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീവർ വരാം, പല ഹിസ്റ്ററീസൊക്കെ വരാമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴും ആ ഒരു സമയത്തിനുള്ളിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തൊന്നും ചെയ്യാൻ പാടില്ല. ആ ഒരു ടൈം ഒന്ന് കൊടുത്തിട്ട് അതിനുശേഷം നമുക്ക് എന്തെങ്കിലും എന്താണോ ആവശ്യമുള്ളത് അതിന് വേണമെങ്കിലും ചെയ്യുന്നൊന്നും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഏകദേശം കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഡോക്ടർക്ക് നമ്മുടെ വ്യൂവേഴ്സിനോടോ സബ്സ്ക്രൈബേഴ്സിനോടോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അല്ല, നമുക്കൊരു ഹെൽത്തി ഹെയർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കണമെങ്കിൽ നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പറ്റുന്നത് പോലെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇടയ്ക്ക് അങ്ങനെയുള്ള റിക്വയർമെൻറ്റ് ഒരുപാട് ഫോളോ വരുവാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ഹെൽപ്പും ഒരു കൺസൾട്ടേഷനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മളുടെ മുടിയെ തന്നെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കെയർ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിക്കുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് വർക്കപ്പ് ചെയ്താൽ ഒരു ഹെൽത്തി റിസൾട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചോദിക്കാനുള്ള, ഈ ഇത് കഴിഞ്ഞിട്ടുള്ള എന്തെല്ലാം ഭക്ഷണത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലായിരിക്കും കുറച്ചുകൂടി മുടിയുടെ ഹെൽത്ത് വർദ്ധിക്കുക എന്നുള്ള ഡോക്ടറുടെ? കൂടുതലും എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വൈറ്റമിൻ സി ഭക്ഷണങ്ങൾ നമ്മൾ ശരീരത്തിലേക്ക് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നെല്ലിക്ക ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, പോമഗ്രാനൈറ്റിൻ്റെ ജ്യൂസ്, ഡേറ്റ്സ്, ഇതൊക്കെ ഭക്ഷണത്തിലേക്കൊന്ന് ആഡ് ചെയ്യുക. കുറച്ച് ഫ്രൂട്ട് ഡയറ്റിലേക്കൊന്ന് ആഡ് ചെയ്യുക. കുറച്ച് ലീഫി ഇലക്കറികളായിട്ട് ഭക്ഷണത്തിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഡയറ്റ് ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മരുന്നുകളുടെ ഉപയോഗത്തിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല അവിടെ. ബോഡി അതിനനുസരിച്ചിട്ട് തന്നെ ടേക്കപ്പ് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഹെയർ തരും. ശരി ഡോക്ടറെ, എന്തായാലും യുവാക്കളോട്, അതായത് മുടി കൊഴിച്ചിൽ വളരെയധികം കൂടി വരികയാണ്, ടെൻഷനും മറ്റുള്ള ജീവിതശൈലി രോഗമായിട്ടുള്ള കാരണം എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർക്ക് എൻ്റെ ഒരു ഇത് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഞാൻ വന്ന സമയത്ത് കാണുന്നുണ്ട് കുറേയധികം യുവാക്കളുണ്ട്, അവരുടെ മുഖക്കോളം വിഷമിച്ചിരിക്കുകയാണ്, കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ വളരെ ചെറുപ്പക്കാരായ വളരെ പ്രായം കുറഞ്ഞ പിള്ളേർ വരെ മുടി കൊഴിഞ്ഞുള്ള ആൾക്കാരാണ്. അവർ ഈ മുടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഡോക്ടർക്ക് അവരോട് കൊടുക്കാനുള്ളൊരു ഒരു ഉപദേശം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം എന്താണ്? നമുക്കിപ്പോൾ ഒരു ഇനിഷ്യൽ ഹെയർ ഫോൾ കാണുന്ന സമയത്ത് ആ ഒരു ടൈം തന്നെ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, അതിനെ എന്തൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യിപ്പിക്കാം, ഒരു ഫെർദർ ഹെയർ ഫോളിൽ നിന്നോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ഒരു സ്റ്റേജിൽ നിന്നോ എത്രത്തോളം നമുക്കതിനെ ബെറ്റർ ആക്കാം എന്നുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് അതൊക്കെ അവർക്കൊരു ആഡ് ഓൺസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊരു സപ്പോർട്ടും കൂടെ ആകുമ്പോൾ തന്നെ മാക്സിമം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ലിമിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതൊരു ഫ്യൂച്ചർ വലിയ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹെയർ ഫോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഹെയർ ഫോൾ ഉള്ള ഒരാളാണ് നമ്മളൊരു ടീമിനെ സമീപിക്കുകയാണ്, നമുക്ക് അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്, അവർക്ക് മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രോപ്പർലി ചെക്ക് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്കായിരിക്കും നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുകയും അതിനനുസരിച്ചുള്ള രീതിയിലേക്കായിരിക്കും നമ്മളൊരു ഡയറ്റ് കൊടുക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കൺസേൺസ് അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ നമുക്ക് മാറ്റാനും പറ്റും, അത് പെട്ടെന്ന് തന്നെ അത് അവോയ്ഡ് ചെയ്യാനും ഭാവിയിലേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. എന്തായാലും ഇതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. യുവാക്കൾക്ക് വേണ്ട ഉപദേശവും മാർഗനിർദ്ദേശവും ഡോക്ടർ തന്നിട്ടുണ്ട്. ഇനി മുടി പോയ ആൾക്കാർക്ക് ഇനി എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളൊരു ഇതും ഡോക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ നന്ദി ഡോക്ടർ ഞങ്ങളോട് സഹകരിച്ചതിന്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിനി എന്തായാലും ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളൊരു പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഇന്നാണ് എൻ്റെ സർജറി. എനിക്ക് തോന്നുന്നു സർജറി ചെയ്യുന്ന ഒരാൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിരിക്കും. എനിക്ക് തോന്നുന്നു അത് ഞാനായിരിക്കും, എൻ്റെ വിശ്വാസം എന്തല്ല അതിനായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ. സാധാരണഗതിയിൽ മുഖത്തോട് ടെൻഷനൊക്കെ ആണ്. വന്ന സമയത്ത് എനിക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം ഞാൻ വളരെ കൂളായിട്ടുണ്ട്, വളരെ കംഫർട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തന്നെ ഇൻഫർമേഷൻ ആയാലും ഇതുപോലെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെന്ന് അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ വലയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങൾ മുടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ലാഡൻസിറ്റ ഡോക്ടറുമായിട്ട് സമീപിക്കുക. കൊച്ചിയിലാണ് ഉള്ളത്. ബാക്കി എന്തായാലും ഇനി ഞാനെന്തായാലും മുടിയൊക്കെ വെച്ചിട്ട് ഇനിയും നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡേ ടു ഡേ അപ്ഡേഷൻ ആയിരിക്കുള്ളൂ. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഡോക്ടർ ഇത്രയും നേരം നിങ്ങൾ സഹായിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ബൈ.